ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. അത് കഴിയുമ്പോ നന്നായിട്ട് ചോരുന്നു. റൂമില് ഞാൻ കിടക്കുന്ന വീട്ടില് ഋതപ്പൻ കിടക്കുന്നിടത്ത് ചോരുന്നു. രേണു പിന്നെയും വന്നു പച്ചക്കള്ളം പറഞ്ഞിട്ട് എന്തെന്നറിയോ, വീട് ചോരുവാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനിപ്പോ മറ്റുള്ളവരെന്താ ചെയ്യാ? വീട് ചോരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രയും നല്ലൊരു വീട്, സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഈ വീട് പണിതിട്ട് ഏകദേശം ഒരു 1.5 വർഷമായിട്ടുണ്ട്. ഈ 1.5 വർഷം കൊണ്ട് ആ വീട് ചോരുക എന്ന് പറയുമ്പോൾ, ഇത്രയും വലിയൊരു വീട് ചോരുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പിടിപ്പുകേടും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വൃത്തിയില്ലായ്മയും തോന്നിയാവാസമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ പറയുന്നത് സത്യമല്ല എന്നുള്ളത് എനിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. ഈ വീട് വെച്ച് തന്ന വ്യക്തിയെ വന്ന് ലൈവിൽ വന്ന് പറഞ്ഞു നീ ഒരു പെരുങ്കള്ളിയാണെന്ന്. ഞാൻ പറഞ്ഞതല്ലാട്ടാ പാവാടവള്ളികളെ, ഞാൻ പറഞ്ഞതല്ലേ. രേണുവിന്റെ മൂട് താങ്ങിയിരിക്കുന്ന ആൾക്കാർക്കാണ് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, വീട് വെച്ചു കൊടുത്ത വ്യക്തി വന്ന് പറഞ്ഞതാണ്. പച്ചക്കള്ളിയാണ് ഈ സാധനം. രേണു എന്ന് പറയുന്ന വ്യക്തി കള്ളം പറയുവാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് പലതിനും വേണ്ടിയിട്ട്. വർക്കേരിയ എന്തോ ഉണ്ടാക്കി തരണത്രേ. വീട് പണിതതും പോരാ, ഇനി അവിടെ ബൾബ് പീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മോട്ടോർ കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല്, പിന്നെ അതുപോലെ അവിടെ എന്തൊക്കെ കറണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എല്ലാം ഇവരെ വിളിച്ച് പറയും. വീട് പണിത് തന്ന ആൾക്കാരെ പറയാ. വല്ലാത്ത അവസ്ഥ അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആൾക്കാരെ വിളിച്ച് പറയും നിങ്ങൾക്കാണ് നാണക്കേടെന്ന് പറഞ്ഞാൽ അടുത്ത ഭീഷണി, ബ്ലാക്ക് മെയിലിങ്. വീട് പണിത ആൾക്കാർക്ക് കിട്ടുന്ന സമ്മാനം അതാ പറഞ്ഞത്, അർഹിക്കുന്നവർക്ക് ദാനം കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈവിൽ വന്നിട്ട് ദാനം കിട്ടിയ വീടല്ലേ എന്ന് പറയേണ്ട കാര്യം എന്തോളൂ നിനക്ക്? ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ല് എണ്ണിക്കൊണ്ടിരിക്കുമല്ലേ നീയേ, പച്ചക്കള്ളം പറഞ്ഞിട്ട്. ദാനം കിട്ടിയ വീട് ആയിക്കോട്ടെ, അത് ചോരുണു എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഈ ഇന്റർവ്യൂവിൽ വന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇത്രയും വലിയൊരു വീട് പണിതിട്ട്. ഞാൻ പറയട്ടെ, എന്റെ അമ്മമ്മയും എന്റെ മുത്തശ്ശനൊക്കെ ഓടിട്ട വീട് ഇന്നും അവിടെ കിടക്കുന്നുണ്ട്. ഏത്? പാലക്കാട്. എന്റെ വീട് പാലക്കാടാണ്. അപ്പൊ ആ വീട് എത്രയോ വർഷം പഴക്കമുള്ള വീടാണ്. 10-50 വർഷത്തിന്റെ മേലെയുള്ള പഴക്കമുള്ള വീട്, ഓടിട്ട വീട്. കൈക്കോലൊക്കെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ചെതല് പിടിച്ച് പോവും. മനസ്സിലായി? അത് ഇന്നും ചെതല് പിടിക്കാതെ അവിടെ തന്നെ ആ വീട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ താമസക്കാരും അതിന്റെ സൂക്ഷിപ്പാണെന്ന് ഞാൻ പറയുന്നത്. ആ താമസിക്കുന്നവർ അത്രമാത്രം അത് നേരെ ചൊവ്വ കയ്യിൽ സൂക്ഷിച്ചെടുത്തതുകൊണ്ടാണ്. എന്റെ അമ്മമ്മ എന്റെ മുത്തശ്ശനും ഉള്ള സമയത്ത് അത് നല്ലപോലെ സൂക്ഷിക്കുമായിരുന്നു. മഴക്കാലൊക്കെ വരുമ്പോ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചെതല് പിടിക്കും. കഴിക്കോലാണ് അതില് നമ്മൾ ആടിയടിച്ചിരിക്കുന്നത്. ബാർക്ക് വീടൊന്നും അല്ല, ഓടിട്ട വീട്. അത് ഇന്നും അവിടെ കിടക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഞാൻ